ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൻ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൻ ഉല്ലാസമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 40 അതിൻ്റെ 12 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നല്ലൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന വയ്ക്കുമ്പോഴും ദാവീദ് രാജാവിന് തൻ്റെതായ കുറവുകളെ ഇറക്കി വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കുറവുകൾ ഇറക്കി വെച്ചുകൊണ്ട് മനസ്സ് തുറന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ടുന്ന പ്രാർത്ഥന അതൊരു വലിയൊരു കഴുകലാണ്. കഴുകും തോറും തിളങ്ങി വരികയുള്ളൂ ദൈവമക്കളെ. അപ്പോൾ ആ കുറവവശങ്ങളെ ഇറക്കി വെക്കുന്ന ആ കാര്യങ്ങളെല്ലാം മനസ്സുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ദാവീദിൻ്റെ ഈ പ്രാർത്ഥന എത്ര ഭംഗിയുള്ള പ്രാർത്ഥനയാണ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വന്നുപോയ എല്ലാ കുറവുകളെയും ദൈവസന്നിധിയിൽ ഒന്ന് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ലല്ലോ ദൈവമക്കളെ. എത്രമാത്രം വലിയ വലിയ പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് ഇന്നേറെയും പേര് കടന്നു പോകുന്നത്. അപ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ദൈവസന്നിധി ചേർന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണം. ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന ഒരാൾക്കേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഒരു വിടുതൽ ആവശ്യം. എനിക്ക് ദൈവം ഇങ്ങനെ തന്നതല്ലേ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇനി അങ്ങനെ പോട്ടെ എന്ന് വെക്കുന്നതിനേക്കാൾ അധികം എൻ്റെ കർത്താവേ, ഇതിൽ നിന്നൊരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. എന്നെ വിടുവിപ്പാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമേ എന്നൊരു പ്രാർത്ഥന. ആ വിടുതൽ ഞാൻ ഇന്ന് പ്രാപിക്കണം, എനിക്കിത് ആവശ്യമാണ് കർത്താവേ എന്ന് അപേക്ഷിക്കാൻ നമുക്കൊരു മനസ്സ് വെക്കട്ടെ. ചോദിക്കുന്ന ഏവർക്കും ധാരാളമായി വാരി വിതറി കൊടുക്കുന്ന നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവശങ്ങൾ ഇറക്കി വെച്ച് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, അറിഞ്ഞോ അറിയാതെ വന്നുപോയ എല്ലാ പിഴകളെയും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഇനി ദൈവത്തിൻ്റെ സഹായമല്ലാതെ ആരുടെ സഹായം കൊണ്ട് നമ്മൾ രക്ഷപ്പെടത്തില്ല. അത്രമാത്രം വലിയ കഷ്ടത്തിലായിരിക്കുന്നു എന്ന് തോന്നുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എണ്ണി തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇനി സഹായിക്കാൻ നമുക്ക് വേറെ ആരുമില്ല. എല്ലാവരുടെയും സഹായത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ആ പരിധിക്കപ്പുറത്ത് സഹായിക്കാൻ ഇനി സർവശക്തനായ ദൈവത്തിനല്ലാതെ ആർക്കും സാധിക്കത്തില്ല. ദൈവമക്കളെ, പരിധിയില്ലാതെ സഹായിക്കുന്ന ഈ ദൈവസന്നിധിയിലേക്ക് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചുകൊണ്ടും അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നല്ലൊരു ഉത്തമ സാക്ഷിയായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മഹാകഷ്ടതയുടെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവജനമേ, ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകും എന്ന് മനസ്സിലെ ഭാരത്തോടെ ഉണർന്നു വരുന്നവരും, കിടക്കുമ്പോൾ എങ്ങനെ ഒന്ന് നേരം വെളുപ്പിക്കും എന്നോർത്തുകൊണ്ട് വിഷമിച്ച് കഴിയുന്നവരും, രാവും പകലും എല്ലാം ഒരുപോലെ ഐക്യം വിളിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സഹായത്തിന് നമുക്കൊരിക്കലും ഒരു കുറവുണ്ടാവില്ല. ആ സഹായത്തിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പലയിടത്തും സഹായത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മടുത്തില്ലേ? ഇനി കർത്താവിൻ്റെ മുമ്പിലൊന്ന് മുഴങ്കാൽ മടക്കിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കരുത്. കർത്താവെ, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ പിഴകളെയും ദൈവം ക്ഷമിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നല്ലൊരു ഉപകരണമായി തീരുവാൻ കർത്താവെ, നീ എന്നെ ഒന്ന് സ്പർശിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ.
എൻ്റെ കുറവുകളെല്ലാം ക്ഷമിക്കണേ കർത്താവേ. എൻ്റെ മാനസിക ഭാരങ്ങൾക്ക് കർത്താവേ സമാധാനം തന്ന്, ഉത്തരം തന്ന്, രോഗത്തിന് സൗഖ്യം തന്ന്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വിടുതൽ തന്ന് ദൈവമേ, വേഗത്തിൽ നിൻ്റെ വിടുതൽ ഞാൻ പ്രാപിക്കുവാനും എൻ്റെ ദൈവം എനിക്ക് വലിയവ ചെയ്തെന്ന് അനേകരോട് സാക്ഷ്യം പറയാനും ദൈവം ഇടയാക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്ക് വെക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പിഴകളെയും ഇന്നേറ്റു പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറ്റുപറയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കുറവോശങ്ങളെ ദൈവം ക്ഷമിച്ചുകൊണ്ട്, എൻ്റെ കർത്താവെ, ദൈവം അവിടുന്ന് ക്ഷമിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വേഗത്തിൽ അവിടുത്തെ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ. മഹാവ്യാധിയാൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ദൈവമേ, ഇപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സഹായത്തിന് വേണ്ടി വേഗത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കർത്താവെ, അത്ഭുതമേറെ സൗഖ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, മാനസികമായ ഭാരങ്ങൾ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങൾ നിമിത്തം കർത്താവെ തളർന്നിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉത്തരം നൽകി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ദിവസവും ഏറെ ഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ട് നൊന്ത് നീറി കഴിയുന്ന ഈ അവസ്ഥയിൽ സഹായിപ്പാൻ ദൈവമായ കർത്താവെ, അങ്ങല്ലാതെ ആരുമില്ല കർത്താവെ. യേശുവേ, സ്തോത്രം കർത്താവെ. സഹായിച്ചവരുടെ സഹായം നിന്നുപോയി കർത്താവെ, സഹായിച്ചവർ മടുത്തുപോയി, സഹായം കിട്ടിയിട്ട് തൃപ്തരായിട്ടില്ല. എന്നാൽ ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് അപേക്ഷിക്കുകയാണ് കർത്താവെ. സ്വർഗത്തിലെ ദൈവമേ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വാതിൽ നിൻ്റെ മക്കൾക്ക് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ. സഭാമധ്യത്തിൽ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു നല്ല ഉപകരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കണ്ണിലെ കണ്ണുനീര് കർത്താവെ അങ്ങ് തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ നാളുകളായി അനുഭവിക്കുന്ന മാനസിക ഭാരത്തിനൊരു വിടുതൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, ദാവീദ് പുത്ര, ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ട് കർത്താവെ ഞെരുക്കം അനുഭവിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കയറിക്കിടക്കുന്ന കിടപ്പാടം പോലെ നഷ്ടപ്പെട്ട അവസ്ഥയിലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായിക്കുവാൻ ആരുമില്ല കർത്താവെ. ഈ പ്രാർത്ഥനയെ നിന്റെ മക്കൾ കർത്താവെ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെ, അത്ഭുതമായ ഒരു വിടുതൽ നിൻ്റെ മക്കളുടെ ഭവനത്തിൽ കൊടുക്കണമേ. സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കൾക്ക് കാണുവാൻ ഇടയാക്കണമേ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളോട് ദൈവം മനസ്സലിഞ്ഞ് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രയേറെ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആരാധനയ്ക്ക് കുറവില്ലാതെ, പ്രാർത്ഥനയ്ക്ക് മുടക്കമില്ലാതെ, പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ കർത്താവെ എരിവോടെ കൃപയോടെ നിറഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്വർഗം സഹായിക്കണമേ. നിന്റെ മക്കൾക്ക് സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ, സ്തോത്രം.